നിർണായക തെളിവുകൾ. സ്വർണ്ണക്കടത്തിൽ നിർണായക വിവരങ്ങൾ NIAക്ക്. ഭീകരപ്രവർത്തനത്തിന് വേണ്ടി പണം എത്തിക്കുന്നതായി അന്വേഷണ സംഘടന വിവരം ലഭിച്ചു. വിദേശത്ത് നിന്ന് പണം സ്വർണ്ണമാക്കി കടത്തുകയാണ് ചെയ്യുന്നത്. സ്വർണം എത്തിച്ചത് ആർക്കു വേണ്ടിയാണ് എന്നതടക്കമുള്ള വിവരങ്ങളും ലഭിച്ചു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സജീവ് സി വാര്യർ, തിരുവനന്തപുരത്ത് നിന്ന് VS അനു എന്നിവരാണ് ചേരുന്നത്. ആദ്യം സജീവിലേക്ക്. സജീവ്, സ്വർണം ഇവിടെ എത്തി, ഇത് അയച്ചതാര്, എന്തിനു വേണ്ടി, എന്ന ആഴങ്ങളിലേക്ക് അന്വേഷണം എത്രമാത്രം പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഉറ്റുനോക്കുന്നത്. ആ ആഴങ്ങളിൽ പുതുതായി എന്തൊക്കെയാണ് NIA കണ്ടെത്തിയിട്ടുള്ളത്, മനസ്സിലാക്കുന്നത്? ഗോപി, സ്വർണം എന്തിനാണ്, എവിടേക്കാണ് എത്തിച്ചത്, ആർക്ക് വേണ്ടിയാണ് എത്തിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച അന്വേഷണം വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ്. ഇത് വിവിധ വിമാനത്താവളങ്ങൾ വഴി സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം NIA ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നു. തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങളിലൂടെ സ്വർണം കടത്തിയതിൻ്റെ വിവരങ്ങളാണ് NIA ശേഖരിക്കുകയും അതിലെ പ്രതികൾക്കുള്ള ബന്ധങ്ങൾ, അവർ ഏത് തരത്തിൽ എങ്ങോട്ടൊക്കെ സ്വർണം കൊണ്ടുപോയി, അതിൻ്റെ പണം എവിടെ എത്തി എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ വിഷയമായി ആയിരിക്കുന്നു. അതിനുവേണ്ടി വിവിധ യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരികയാണ്. ഒപ്പം തന്നെ കൊച്ചിയിലെ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ, തിരുവനന്തപുരത്തെ സ്വർണ്ണക്കടത്തിൽ ഇപ്പോൾ കൊച്ചി യൂണിറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിൽ നിർണായകമായ തെളിവുകൾ ലഭിച്ചതായും സൂചനയുണ്ട്. ചില ടെറർ ഗ്രൂപ്പുകൾ, ചില തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വേണ്ടി പണം എത്തിക്കാനാണ് സ്വർണം കടത്തിയത് എന്ന നിർണായകമായ തെളിവുകളിലേക്ക് NIA എത്തി എന്നാണ്. അതായത് സ്വർണമായി അവിടുന്ന് വരുന്നു, അത് ഹവാല പണമായി അല്ലെങ്കിൽ അനധികൃത പണമായി ചില പ്രത്യേക ഗ്രൂപ്പുകളിലേക്ക് എത്തുന്നു. അവിടേക്കാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ NIA പോകുന്നത്. തീർച്ചയായും പണമായി എത്തിക്കാതെ സ്വർണമായി എത്തിക്കുകയും പിന്നീട് വീണ്ടും പണമാക്കി ആവശ്യമായ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഈ ടെറർ ഗ്രൂപ്പുകൾ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് NIA കണ്ടെത്തുന്നത്. അതിനുവേണ്ടി മറ്റ് ചില സംഘടനകളെ കൂടി കരുവാക്കുകയോ അല്ലെങ്കിൽ അവരെ ഹൈജാക്ക് ചെയ്യുകയോ ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ ഭീകര ഗ്രൂപ്പുകൾ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് NIA കണ്ടെത്തുന്നു. അപ്പോൾ ഈ പണം എങ്ങോട്ട് ചെല്ലുന്നു, അതായത് എത്തിച്ചിരിക്കുന്ന ഇപ്പോൾ 30 കിലോ സ്വർണം എന്ന ഒരു എമൗണ്ടിലല്ല, കൂടുതൽ എമൗണ്ട് വിവിധ കാലങ്ങളിലായി, ഇന്നലെയോ അല്ല, ഇതിനു മുമ്പുള്ള സമയത്തെല്ലാം തന്നെ. സജീവ്, അതായത് ഇപ്പോൾ ഇതൊരു തിരുവനന്തപുരത്തെ ഈ ഒരു കടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇതുവരെ വന്ന തിരുവനന്തപുരമാവട്ടെ, വിവിധ എയർപോർട്ടുകളാവട്ടെ, വന്ന ഇങ്ങനെ വന്ന സ്വർണം അതിന് ഒരു നെക്സസുമായി ബന്ധമുണ്ട്. ആ നെക്സസ് അത് ഹവാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, മറ്റ് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അത്രയും ആണ് ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ലീഡ്, അല്ലേ? തീർച്ചയായും വിവിധ ഭീകര ഗ്രൂപ്പുകൾ അവർ പരസ്പര സഹകരണ സംഘങ്ങളായി പ്രവർത്തിക്കുന്നു എന്ന ഒരു സൂചന കൂടി NIAക്ക് ലഭിച്ചിരിക്കുന്നു. അതുപ്രകാരം വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു അലയൻസ് ഉണ്ട്, അല്ലെങ്കിൽ സഹകരണമുണ്ട്. അതുപ്രകാരം അവർ ചില പുറത്തുള്ള, അതായത് ഭീകരവാദ സ്വഭാവമില്ലാത്ത ചില സംഘടനകളെ ഹൈജാക്ക് ചെയ്യുക വഴി അവിടേക്ക് പണമെത്തിക്കുകയും അതിൽ നിന്ന് ഈ സംഘടനകളിലേക്ക് പണമെത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. യഥാർത്ഥത്തിൽ തീവ്രവാദ പ്രവർത്തനം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ ആ നെക്സസ് എന്നുള്ളത് കൂടി നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടെത്താൻ, മീൻസ് അന്വേഷണത്തിൽ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ സെബാസ്റ്റ്യൻ സാർ, റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കസ്റ്റംസ്, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ സെബാസ്റ്റ്യൻ സാർ, ജ്വല്ലറികൾക്ക് വേണ്ടി സ്വർണം എത്തുന്നു എന്നുള്ളതായിരുന്നു ഇതുവരെ പലപ്പോഴും പറഞ്ഞു കേട്ടിരുന്നതും മനസ്സിലാക്കിയിരുന്നതും. ജ്വല്ലറികൾക്കല്ലാതെ ഒരു വലിയ തോതിൽ സ്വർണം എത്തുന്നത് എന്തിനൊക്കെ വേണ്ടിയാവാം സാറുടെ ഒരു അനുഭവത്തിൽ, എക്സ്പീരിയൻസിൽ? ജ്വല്ലറികൾക്കല്ലാതെ സ്വർണം എത്തുന്നത് പണം കയ്യിലുണ്ട് എന്ന് ബാക്കിയുള്ളവർ അറിയരുതെന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ പണം എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്ന് ബാക്കിയുള്ളവർ അറിയാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പോ ഇന്ത്യയിൽ തന്നെ മാറിയ സാഹചര്യത്തില് പല ഇടപാടുകൾക്കും ആൾക്കാർക്ക് പണം ഇറക്കാൻ മടിയുണ്ട്. അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടാലോ എന്നുള്ള ഭയമുണ്ട്. സ്വർണ്ണമാകുമ്പോൾ ഏറ്റവും സൗകര്യമുള്ള ഒരു വസ്തുവാണ്, അതിന്റെ കൈമാറ്റം ഏറ്റവും എളുപ്പമാണ്, സൂക്ഷിക്കാനാണെങ്കിലും എളുപ്പമാണ്. ഇതിന് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ ഹൈ വാല്യൂ ആയിട്ടുള്ള പല സർവീസുകൾക്കും പ്രതിഫലമായിട്ട് നൽകുന്നത് ഒരു ഭാഗം സ്വർണ്ണമാണെന്നാണ് പറയുന്നത്. അതിന്റെ കൂടെ രാജ്യദ്രോഹപരമായ പല പ്രവൃത്തികൾക്കും ഇത് ഉപയോഗിക്കാൻ അതിന്റെ സൗകര്യം കണക്കിലെടുക്കുമ്പോൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഇമ്പോർട്ടൻസ് കൂടുന്നു, അല്ലെങ്കിൽ അതിന്റെ ഗ്രാവിറ്റി കൂടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അതിനുള്ള ഡിമാൻഡും കൂടുന്നു.
അതായത് പണ്ട് സമയത്ത് ഹവാല പണമായോ അനധികൃത പണമായോ വന്നിരുന്ന ആ ചാനലിൽ ഇപ്പോൾ പണത്തിന് പകരം ഒഴുകുന്നത് സ്വർണമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. പണ്ട് കാലത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 10-15 ഈവൻ 1993 മുന്നേ ഒരു പീരീഡ് അല്ലെങ്കിൽ അറൌണ്ട് ദാറ്റ് പീരീഡ് എടുക്കുവാണെങ്കിൽ അന്ന് ഹവാല എന്ന് പറഞ്ഞാൽ മിക്കവാറും ബിസിനസ്സുകാരും സമ്പന്നരായിട്ടുള്ള വ്യവസായികള്, കൃഷിക്കാര് ഇവരുടെയൊക്കെ ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ സ്വർണം വന്നിരുന്നത്. അതിനുശേഷമാണ് ഈ സ്വർണത്തിന്റെ ദുരുപയോഗത്തിന്റെ ഒരു രീതി തുടങ്ങിയത്. പ്രത്യേകിച്ചും 2000-2005 ശേഷം, അതായത് ഈ പല കുൽസിത പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ വ്യാപകമായപ്പം ഈ അടുത്ത കാലത്ത് ഗവൺമെന്റ് അതിന്റെ മുകളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് അതിന്റെ മുകളിൽ കൂടുതൽ പ്രിവെന്റീവ് ആക്ടിവിറ്റീസ് തുടങ്ങിയപ്പോൾ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉചിതമുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതായത് ചില ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകൾക്ക് പണത്തേക്കാൾ കൂടുതൽ അവരുടെ കാര്യങ്ങൾ ഒളിപ്പിക്കാൻ പറ്റിയത് സ്വർണത്തിലാണ്. അതവർ ദേശവിരുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? അല്ല, ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ ഈ പണം സ്വർണമായിട്ട് സൂക്ഷിക്കുന്ന എല്ലാവരെയും ദേശവിരുദ്ധരായിട്ട് കണക്കാൻ പറ്റത്തില്ല. പണം സ്വർണമായിട്ട് ഉപയോഗിക്കുന്നതിൽ നല്ലൊരു ഭാഗം ആൾക്കാർ സമ്പന്നരായിട്ടുള്ളവരെ ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിനും ഞാൻ പറഞ്ഞല്ലോ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിനും ഉള്ള ആൾക്കാർ ധാരാളമുണ്ട്. ഈ ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അതിനകത്തൊരു മേ ബി ഒരു 5-6 ഗ്രൂപ്പ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി. രാജ്യങ്ങളായാലും വ്യക്തികളായാലും ഓർഗനൈസേഷൻസ് ആയാലും അവരാണ് ഈ ഇന്ത്യയിലുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ പുറകിൽ നിന്ന് പണം ഒഴുക്കുന്നതും ചുക്കാൻ പിടിക്കുന്നതും. അത് വരുന്ന സ്വർണത്തിന്റെ ഇപ്പം കേരളത്തിൽ നമ്മളിപ്പോ ഇത്രയും ദേശീയ ശ്രദ്ധ ആകർഷിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് കേരളത്തിൽ തന്നെയുള്ള ഇപ്പൊ നിങ്ങൾക്കറിയാം, കേരളത്തിൽ തന്നെയുള്ള രാഷ്ട്രീയ നേതൃത്വവും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ നേതൃത്വത്തിലുള്ള പലരും അതിനെ ചുറ്റിപ്പറ്റി അവരുടെ പേര് ഉരുത്തിരിഞ്ഞു വന്നതുകൊണ്ട് അതിന് പല രീതിയിൽ അത് സാർ തന്നെ പറഞ്ഞ ഒരു പോയിന്റ് അല്പം മുമ്പ്, അതായത് ചില വാല്യുബിൾ സർവീസസിന് റിവാർഡായി സ്വർണം കൊടുക്കുന്നു എന്ന് പറയുന്നത്, സാർ അതിന്റെ ഒരു എങ്ങനെയാണ് സാർ അതിനെ മനസ്സിലാക്കുന്നത്? വാല്യുബിൾ സർവീസസ് എന്ന് പറഞ്ഞ് ഞാനിപ്പോ പേരെടുത്ത് പറയുമ്പോൾ ചില ആൾക്കാർ എനിക്കതിനെ തിരിഞ്ഞു വരും. അതുകൊണ്ട് ഞാനത് മനഃപൂർവ്വം പറയാതിരുന്നതാണ്. കോടികളുടെ പ്രതിഫലം പറ്റുന്ന പല പല സർവീസുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിപ്പം ബാക്കി പ്രേക്ഷകർ മനസ്സിലായിക്കോളും. ഈവൻ കമ്മീഷൻ ആയിട്ട് പോലും ഒന്നും വേണ്ട, നമുക്കൊരു റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തുന്ന സമയത്ത് ഒരു ഹൈ വാല്യൂ റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തുമ്പോൾ അതിനകത്തുനിന്ന് മാത്രം 25 കോടി 30 കോടി അല്ല അതിൽ കൂടുതൽ എമൗണ്ട് കമ്മീഷനായിട്ട് കിട്ടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ പണം മുഴുവൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല. വേറൊരു രീതിയിൽ പറഞ്ഞാൽ തിരുപ്പതി ബാലാജിനെ ഒരു ഷെയർ ഹോൾഡറായിട്ട് കണക്കാക്കി ബിസിനസ് ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻസ് ധാരാളമുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ തിരുപ്പതി ഹുണ്ടി തുറന്ന് നോക്കുന്ന സമയത്ത് പലപ്പോഴും കിലോ കണക്കിന് സ്വർണ്ണമാണ് അവിടെ ഉണ്ടാവുക. അത് ഈ കമ്മീഷനായിട്ട് കൊണ്ട് കൊടുക്കുന്നതാണ്. പണമായിട്ട് കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ എത്രയോ സൗകര്യമാണ് സ്വർണ്ണമായിട്ട് കൊണ്ട് കൊടുക്കുന്നത്. ഞാൻ ഓരോ ഈ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന സെക്ടറുകൾ മനഃപൂർവ്വം എടുത്ത് പറയാത്തതാണ്. അത് പ്രേക്ഷകർ മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ സ്വാഭാവിക ചുരുക്കി പറയുന്നത്, നമ്മൾ ഇത്തരത്തിൽ ഒളിപ്പിക്കേണ്ട പണം ആണ് സ്വർണ്ണ രൂപത്തിലായി ഇവിടെ വ്യാപരിക്കുന്നതും ഇത്തരത്തിൽ കടത്തപ്പെടുന്നതും അല്ലേ? അങ്ങനെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോ ഈ കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് അതിന്റെ ഒരു നല്ല ഭാഗം ഈ കുൽസിത പ്രവർത്തനങ്ങൾക്കും സമൂഹത്തിനെതിരെയുള്ള പല പ്രവർത്തനങ്ങൾക്കും രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കുമായിട്ട് അത് വിനിയോഗിക്കപ്പെടുന്നുണ്ട്. അത് പ്രോപ്പർ ചാനലിൽ കൂടെ വരുന്നത് ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വർണം കടത്ത് ഉപയോഗിക്കുന്നു. അത് തന്നെയാണ്. ശ്രീ സെബാസ്റ്റ്യൻ സാർ, റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഇപ്പോൾ ഈ നമ്മളോട് പ്രതികരിച്ചത്. ശ്രീ രാജ്മോഹൻ സാർ കൂടി ചേരുന്നു, മുൻ NISP. സാർ, പുതുതായിട്ട് വരുന്ന ലീഡുകൾ അനുസരിച്ച് ഇത് ഒരു വലിയ നെക്സസ്, അതിൻ്റെ ഈ അറ്റം എന്ന് പറയുന്നത് അല്പം മുമ്പ് ശ്രീ സെബാസ്റ്റ്യൻ സാർ പറഞ്ഞ പോലെ ഒളിപ്പിക്കേണ്ട പണം അത് സ്വർണ്ണമായി ഒളിപ്പിക്കുന്നു. പക്ഷേ അത് ഒളിപ്പിക്കുക മാത്രമല്ല, അത് ദേശവിരുദ്ധ പ്രവർത്തികൾക്ക് ഉപയോഗിക്കുന്ന ഗ്രൂപ്പുകളിലേക്ക് കൂടി എത്തപ്പെടുന്നു എന്ന ലീഡിലേക്കാണ് സാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ രാജ്മോഹൻ. ശ്രീ ഗോപികൃഷ്ണൻ ഈ പറഞ്ഞത് ശരിയാണ്. കാരണം അത് ഒരു പക്ക ഇൻഫർമേഷൻ ആണ്, കറക്റ്റാണ് ആ ഇൻഫർമേഷൻ. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വിദേശത്ത് നിന്ന് അവിടുന്ന് കറൻസി അയക്കുന്നത് ത്രൂ ഇത് ഗോൾഡാണ്. ഗോൾഡ് മെസ്സേജ് ഗോൾഡ് ഇവിടെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. രണ്ടാമത്തത് ഗോൾഡ് കൊണ്ടുവരുമ്പം അതിന്റെ പ്രോഫിറ്റ് ചെയ്യാൻ കാരിയർ സിസ്റ്റം പോലെ ഉണ്ട്. അങ്ങനെ ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ക്രയവിക്രയം ചെയ്യാൻ പറ്റിയ സാധനമാണ് ഗോൾഡ്. അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരുപാട് അത് റോ കറൻസിയായി മാറുകയാണ്. അപ്പം തീവ്രവാദ ഗ്രൂപ്പുകൾക്കും അല്ലെങ്കിൽ ആന്റി നാഷണൽ ആക്ടിവിറ്റീസിനും, അതായത് കൂടാതെ നമ്മുടെ എക്കോണമീനെ വീക്കൻ ചെയ്യാനായിട്ട് കുറച്ച് കാലമായിട്ട് തുടങ്ങിയാണ്. അതിനു വേണ്ടി എല്ലാ ഡാറ്റാബേസും ഓൾറെഡി നമ്മുടെ ഏജൻസിയുടെ കയ്യിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ പല ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ ഒരു ഡാറ്റാ സോഴ്സ് ഓൾറെഡി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലുണ്ട്. ആ ഡാറ്റാ സോഴ്സ് വെച്ചിട്ടാണ് ഈ പർട്ടിക്കുലർ കേസ് ഇപ്പം എന്നെ അന്വേഷിക്കാൻ തന്നെ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
കാരണം നമുക്കറിയാം കേരളത്തിൽ അതായത് ഈ കേരളത്തിൽ 4 എയർപോർട്ടാണുള്ളത്. ഈ 4 എയർപോർട്ട് കൂടി കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ പിടിച്ചെടുത്ത കള്ളസ്വർണം തന്നെ 1000 കിലോഗ്രാം ഒക്കെ വരും. അപ്പൊ നമുക്കറിയാം അത് ഈ കൊണ്ടുവരുന്ന പിടിച്ചെടുത്ത മാത്രമാണ് അപ്പൊ അതിന്റെ ഒരു 80% ഇരട്ടി കൂടുതൽ പിടിച്ചെടുക്കാൻ പറ്റാതെ പോകുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഒരു സ്റ്റഡി ഓൾറെഡി ഗവൺമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, പിന്നെ DRI, ബാക്കി കസ്റ്റംസ്, ബാക്കി അതുപോലെയുള്ള നമ്മളെ ബാക്കി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി എല്ലാം കൂടി ഒരു ഓൾറെഡി ഔട്ട്പുട്ട് അവരുടെ കയ്യിലുണ്ട്. അത് റെഡിയായി ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കേസ് എടുക്കാൻ വേണ്ടി കാരണം. പിന്നെ ഈ നമ്മുടെ 4 എയർപോർട്ട് കൂടി ഇത്രത്തോളം സ്വർണം വരുന്നുണ്ടെങ്കിൽ, പിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ എത്ര സ്വർണം വന്നിട്ടുണ്ടായിരിക്കാം. പിന്നെ നമുക്ക് തന്നെ അറിയാം ഈ അടുത്ത് ഗുജറാത്തിലുണ്ടായ മുന്ദ്ര പോർട്ടിൽ ഇറക്കുമതി ചെയ്ത് 4000 കിലോളം സ്വർണം കഴിഞ്ഞ 2 വർഷത്തിനിടെ 2017 മുതൽ 2020 വരെ. അതിന്റെ പിന്നെ അതിനെപ്പറ്റി അതിൽ ഒരു ABS കോർപ്പസ് ഫയൽ ചെയ്തപ്പം അതിനെതിരായിട്ട് നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഒരു കൗണ്ടർ ഫയൽ ചെയ്തത്. ആ കൗണ്ടറിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആൾ ആരാണ്, എവിടെയാണ് ഈ പണം ഉപയോഗിക്കുന്നത്. ഇതൊരു ഒരു കാർട്ടലാണ്, ഒരു സ്മഗ്ലിംഗ് കാർട്ടലാണ്. ഈ മുന്ദ്ര പോർട്ടിൽ വന്നതിന്റെ അവസാനം കണ്ണി വന്നിരിക്കുന്നത് നമ്മളെ പെരുമ്പാവൂരേക്കാണ്. പെരുമ്പാവൂർ എനിക്ക് തോന്നുന്നത് അലിയാർ എന്ന് അദ്ദേഹത്തിന് പേര്. അദ്ദേഹമാണ് അതിന്റെ കിങ് പിൻ എന്ന അവസാനം അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ഈ വെസ്റ്റേൺ കോസ്റ്റിൽ ഇത് കുറെ കാലമായി നടക്കുന്നുണ്ട്. അതിൽ കേരളമാണ് ഇതിന്റെ മെയിൻ ഹബ്ബ്. കൂടാതെ ഇവിടെ വേറൊരു കാര്യം വെച്ചാൽ ഇവിടുന്ന് ഈ പണം ഇവിടുത്തെ മണി ഇത് റോ ഗോൾഡ് ആയിട്ട് പോകും. ഇത് ക്യാഷ് ആയിട്ടും കറൻസിയെ കൺവേർട്ട് ചെയ്യും. കറൻസിയാണ് നമ്മൾ വിധ്വംസന പ്രവർത്തനങ്ങൾ പല ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്നത്. പല ഓർഗനൈസേഷൻ നമുക്ക് പേരെടുത്ത് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് കുറെ ബാൻ ചെയ്തിട്ടുണ്ട്. കുറെ ഓർഗനൈസേഷൻ ഇപ്പോഴും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്ലോസ് വാച്ചിലാണുള്ളത്. അത്തരത്തിൽ പല എജറ്റേഷൻ ഈ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന പല എജറ്റേഷൻസ് ഇതിനൊക്കെ ഫൈനാൻസ് വേണം. അല്ലെങ്കിൽ ഇത് നമ്മുടെ പല ബാൻഡ് ഓർഗനൈസേഷനും ഇതിനൊക്കെ പണം വേണം. ഈ പണമൊക്കെ എത്തിക്കുന്നത് ഈ ഗോൾഡ് കൂടി തന്നെയാണ്. കാരണം ഗോൾഡ് ക്രയവിക്രയം ചെയ്യാൻ വളരെ ഈസിയാണ്, കടത്താനും വളരെ ഈസിയാണ്. അപ്പൊ ഈ ലീഡ് വെച്ചിട്ടാണ് NIA അന്വേഷണം സ്റ്റാർട്ട് ചെയ്ത്. അതിന്റെ ഇടയിൽ ഒരുപാട് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ പൊളിറ്റിക്സും നമ്മുടെ കുറെ ഉദ്യോഗസ്ഥന്മാരെ ഏർപ്പാടും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നല്ലാതെ അത് ഇതിന്റെ വേറൊരു വശമാണ്. പക്ഷെ ഇതിന്റെ മെയിൻ ത്രെഡ് പോകുന്നത് തീർച്ചയായിട്ടും ഈ ടെറർ റിലേറ്റും ടെറർ ഫണ്ടിങ് തന്നെയാണ്. സർ, ഇത്രയും നേരം പറഞ്ഞതെന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് സംബന്ധിച്ച ഒരുപാട് ലീഡുകൾ നേരത്തെയും NIAക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരറ്റത്തേക്ക് എത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത് ഈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് MHC ഇതിനെക്കുറിച്ച് വളരെ വളരെ ബോധവാന്മാരാണ്. അതുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ കേസിലേക്ക് സെക്ഷൻ 15 ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് ആക്ഷന്റെ സെക്ഷൻ 15 വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കറൻസി ഓർ അതർ എനി മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ടാണ് അതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് വെച്ചിട്ടാണ് ഈ കേസ് തന്നെ ഏറ്റെടുത്തിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിന്റെ മെയിൻ എവിടെയാണ് സ്വർണ്ണക്കടത്ത് കൊണ്ട് രാജ്യത്തെ എങ്ങനെ ബാധിക്കുന്നത്, നമ്മുടെ തീവ്രവാദ പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കും, നമ്മുടെ ജനറൽ ആയ എക്കണോമിയിൽ എങ്ങനെ ബാധിക്കുന്നു. അതാണ് എന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ താല്പര്യം. അതാണ് ഇത് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതിലാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത് എനിക്ക് പറയാനുള്ളത്. സർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ലഭിക്കുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ച് ചില സംഘടനകളെ അവർ പോലും അറിയാതെ ഈ പറയുന്ന ഗ്രൂപ്പുകൾ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പെട്ടിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കപ്പെടുന്നു. സാറുടെ സർവീസ് കാലത്തെയും സാറുടെ അനുഭവ സമ്പത്തിലും അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും ചില ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ല കൺസെപ്റ്റോട് കൂട്ടിയിട്ടാണ്. അതിൽ അങ്ങനെ നല്ല കൺസെപ്റ്റോടായിട്ട് അവർ പൊതുപ്രവർത്തനവും അല്ലെങ്കിൽ ചാരിറ്റി വർക്കൊക്കെ ആയിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലേക്ക് ചില ഫൈനാൻഷ്യൽ ഇഷ്യൂസ് വരും. ഫൈനാൻസ് കുറച്ച് കുറയുമ്പോൾ ഇത്തരത്തിലുള്ള ചില ആൾക്കാർ അതിനെ പതുക്കെ ചെറുതായിട്ട് ഫൈനാൻസ് ചെയ്യും. അങ്ങനെ കുറച്ച് ഫൈനാൻസ് ചെയ്യുമ്പം ഒന്നുകൂടെ ഫ്ലറിഷ് ചെയ്ത് ഒന്നുകൂടെ ചാരിറ്റി വർക്കായിട്ട് അത് ഒന്നുകൂടെ സംസ്ഥാനത്ത് മുഴുക്കെ വ്യാപിക്കുമ്പോൾ പതുക്കെ ഈ ഫൈനാൻസ് ചെയ്ത ആൾക്കാർ കൂടുതൽ പൈസ കൊടുത്തിട്ട് അതിന് ചില ആൾക്കാരൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ എത്ര ഓർഗനൈസേഷൻ ഉണ്ട്. ഇവിടെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മുന്നിൽ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ അങ്ങനെ ഓർഗനൈസേഷൻ ഉണ്ട്. അത്ര ഒരു ഓർഗനൈസേഷൻ NIAന്റെ വളരെ ക്ലോസ് വാച്ചിലാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്ലോസ് വാച്ചിലാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അവരെ ആക്ടിവിറ്റിയും കൂടെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി കൂടെ ഈ അന്വേഷണ വിധേയമാണ്. നന്ദി ശ്രീ TK രാജ്മോഹൻ, റിട്ടയർഡ് SP ഇപ്പോൾ പ്രതികരിച്ച ശ്രീ സെബാസ്റ്റ്യൻ സാർ ഈ ഘട്ടത്തിലും കൂടി ഉണ്ടെന്ന് പ്രതികരിക്കുന്നു, കസ്റ്റംസ് കമ്മീഷണർ. ശ്രീ സെബാസ്റ്റ്യൻ സാർ, ഒരൊറ്റ പോയിന്റ് കൂടി, ഇപ്പോൾ വരുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഞാൻ ഇപ്പോൾ അദ്ദേഹത്തോട് മുൻ SPയോട് ചോദിക്കുകയും ചെയ്തു. അതായത് ചില ഗ്രൂപ്പുകളെ അവർ പോലും അറിയാതെ ഹൈജാക്ക് ചെയ്യുന്ന അവസ്ഥ, ആ അവസ്ഥ നിങ്ങളുടെ സർവീസ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ താങ്കൾ പഠിച്ചിടത്തോളം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ള അനുഭവങ്ങൾ ആ സമയത്ത് വളരെ കുറവായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ വക പ്രവൃത്തികൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവര് അവരുടെ താല്പര്യങ്ങൾ
താല്പര്യങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഓർഗനൈസേഷൻസ് അവർ തന്നെ അങ്ങോട്ട് സെറ്റപ്പ് ചെയ്യുകയാണ്. അവരൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓൾറെഡി ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനെ അവർ അഡോപ്റ്റ് ചെയ്തിട്ടോ അതിനെ സ്വാധീനിച്ചിട്ടോ പ്രവർത്തിക്കുന്നതിനെക്കാട്ടിലും നമുക്കിപ്പോ കാണാം ഗവൺമെന്റ് സമയാസമയങ്ങളിൽ ഓരോ ഓർഗനൈസേഷനെ നിരോധിക്കുന്നത് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് നടത്തിയിട്ടാണ്. അവരുടെ ക്രെഡൻഷ്യൽസ് ശരിയല്ല, അത് മനസ്സിലാക്കുമ്പോഴത്തേക്കും ആ ഓർഗനൈസേഷൻ നിരോധിക്കുകയാണ്. ജെനുവിനായിട്ട് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സമീപനം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് വരുമ്പോൾ അവർ അതിന്റെ അതോറിറ്റീസിനെ അലേർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു മുന്നോട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഈ മിസ്യൂസ്, ഈ സോകോൾഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ്, ട്രസ്റ്റ്, സോഷ്യൽ വർക്ക് ഓർഗനൈസേഷൻസ്, അതെല്ലാം തന്നെ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഡാർക്ക് ഫോഴ്സസ് അവരായിട്ട് സെറ്റപ്പ് ചെയ്യുന്ന ബോഡീസാണ്. അല്ലാതെ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്ന ഭയങ്കര പരിമിതികളുണ്ട്. അതുകൂടാതെ ഈ കേരളത്തിലേക്ക് വരുന്ന സ്വർണത്തിന്റെ ഭൂരിഭാഗവും ഈ പ്രവർത്തനങ്ങൾക്കാണ് പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് ആ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റത്തില്ല. കാരണം കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കപ്പെടുന്ന സംസ്ഥാനങ്ങളൊന്നാണ്. 50,000 കോടി രൂപയുടെ ടേൺ ഓവറാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ ഒഫീഷ്യലായിട്ട് വരുന്ന സ്വർണത്തിന്റെ അളവ് എത്രയാണെന്ന് നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ജെനുവിനായിട്ടുള്ള ഗോൾഡ് ജ്വല്ലറി ഡിമാൻഡ് തന്നെ ഒരു വലിയ ക്വാണ്ടിറ്റി വരും. അതിന്റെ ഒരു ഭാഗം, ഈ വരുന്ന സ്വർണത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെയും പോകുന്നുണ്ട്. അതാണ് അതിന്റെ വസ്തുത. പിന്നെ കേരളമാണ് ഇതിന്റെ ഹബ് എന്ന് പറയുന്നതും അത്ര ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നമ്മളിങ്ങനെ ചെറിയ സംസ്ഥാനം ആയതുകൊണ്ടും ഈ ചെറിയ സംസ്ഥാനത്തിന്റെ ഈ 560 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ 4 ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളതുകൊണ്ടും ആൾക്കാരെല്ലാം ഹൈലി കോൺഷ്യസ് ആയതുകൊണ്ടും ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. കേരളത്തിന് വെളിയിലും ഈ പ്രവൃത്തികൾ സുഗമമായിട്ട് നടക്കുന്നുണ്ട്. ധാരാളം സ്വർണം വരുന്നുണ്ട്, നല്ല ക്വാണ്ടിറ്റി സ്വർണം ഇറങ്ങുന്നുണ്ട്, പല രീതിയിൽ വരുന്നുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കേരളമാണ് ഇതിന്റെ മുൻപന്തിയിൽ, അതായത് സ്വർണ്ണക്കടത്തിന്റെ മുൻപന്തിയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോട് ചോദിക്കാൻ പറ്റത്തില്ല. യെസ്, ഏതായാലും ഇത്തരത്തിലുള്ള ചെറിയ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് കൂടി NIA അന്വേഷണം പോകുന്നു എന്നുള്ളതാണ്. സജീവ്, ആ പോയിന്റ്സ് വളരെ കൃത്യമായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ കൂടി വളരെ പെട്ടെന്ന്. അതായത് ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് പോകുന്ന സ്വർണം പോകുന്ന വഴിയെല്ലാം പല സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. ആ സഹായം നൽകുന്ന ആളുകൾക്കെല്ലാം തന്നെ കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. ആ കമ്മീഷൻ കൊടുക്കുന്ന പണം കഴിഞ്ഞെല്ലാം ഇതെല്ലാം കഴിഞ്ഞും ഈ ടെറർ ഫണ്ടിങ്ങിന് വേണ്ടിയുള്ള പണം ബാക്കിയാകുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും കൗതുകകരമായ കാര്യം. ഒരു 30 കിലോ സ്വർണം കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന ഓരോ ഘട്ടത്തിലും ഇതിൽ ഉൾച്ചേരുന്ന ഓരോ വ്യക്തിക്കും പ്രത്യേകം കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. ഈ കമ്മീഷൻ എല്ലാം ലഭിച്ചു കഴിഞ്ഞ് ചില ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികങ്ങൾ കൊടുത്തു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഇത്തരം സംഘടനകളിലേക്ക് ഈ പണം എത്തുന്നു. അവർക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ പണം ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അതാണ് NIA ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കണക്കിലെ കുറേ കളികളുണ്ട്, അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ 30 കിലോയിൽ ഒതുങ്ങുന്നതല്ല, വളരെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്തിൻ്റെ ഒരു ഭാഗം, ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഒരു ഭാഗം പൂർണ്ണമായും ടെറർ ഫണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് ബോധ്യമായത്. അത് കേരളം മാത്രമല്ല, തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല വിമാനത്താവളങ്ങൾ വഴിയും അത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഇപ്പോൾ ശേഖരിച്ചു വരികയാണ് ഗോപി. യെസ്, അനു കൂടി ചേരുന്നു. അനു, ഏതായാലും കൂടുതൽ ആഴങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അനു? തീർച്ചയായും ഗോപി, തിരുവനന്തപുരം നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തിന്റെ ആദ്യഘട്ടത്തിൽ ഈ കേസ് അന്വേഷണം NIA എടുക്കുമ്പോൾ തന്നെ ഈ സ്വപ്നയും സന്ദീപിനെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ നൽകിയ അവരുടെ റിപ്പോർട്ടിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ സ്വർണ്ണക്കടത്തും അതുമായി ബന്ധപ്പെട്ട ധന ഇടപാടുകളും കേരളത്തിലെയും ഇന്ത്യയിലെയും അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് NIA ആദ്യഘട്ടം മുതൽ ഉയർത്തുന്ന കാര്യം. കസ്റ്റംസും അവരുടെ അന്വേഷണത്തിലും ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്. അതേസമയം ഈ പണം മുഴുവനും സ്വർണ്ണക്കടത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഈ തീവ്രവാദ കടത്തിലേക്ക് അല്ലെങ്കിൽ തീവ്രവാദ സംബന്ധമായ കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതല്ല. ഇതിൽ ഒരു വിഭാഗം നേരത്തെ തന്നെ പല കാലഘട്ടങ്ങളിൽ ഈ സ്വർണ്ണക്കടത്തിൽ നടക്കുന്ന ഒരിടമാണ്. ആ ഒരു ഭാഗം ഈ ജ്വല്ലറികൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് പോകുന്നുണ്ട്. മറ്റൊരു വിഭാഗമാണ് ഈ പറയുന്ന രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളുടെ ഫണ്ടിങ്ങിനായി ഉപയോഗിക്കുന്നത്. ഇത് നേരത്തെ തന്നെ IB അടക്കം ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കേസിലും സമാനമായ കാര്യങ്ങൾ തന്നെയാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിലെ ചില ഏജൻസികൾ, പ്രത്യേകിച്ച് അടുത്തിടെ രാജ്യത്ത് നടന്ന ചില പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് ഏജൻസികൾക്ക് അല്ലെങ്കിൽ അത്തരം സംഘടനകൾക്ക് ഫണ്ട് ചെയ്ത് അവർക്ക് എല്ലാവിധ സാമ്പത്തിക സഹായം ചെയ്ത് കേരളത്തിലെ ചില ഗ്രൂപ്പുകളാണെന്നുള്ളൊരു IB റിപ്പോർട്ട് ഉണ്ടായിരുന്നു. തീർച്ചയായും അതൊക്കെ ഉൾച്ചേർന്ന ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ
NIA നീങ്ങുന്നതും. ഗോപി, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ബന്ധം ദിനംപ്രതി പുറത്തുവരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ കഴിയില്ലെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കള്ളക്കടത്ത് പ്രതികളുമായി സൗഹൃദ ബന്ധം പോലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും അടക്കമുള്ളപ്പോഴാണ് ഇത്തരം ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതെന്നും കമാൽ പാഷ പറഞ്ഞു. NIA അന്വേഷണം ഒരു ഘട്ടം കഴിയുമ്പോൾ അവസാനിപ്പിക്കുമെന്നും യഥാർത്ഥ പ്രതികൾ നിയമത്തിന് മുന്നിൽ വരുമെന്ന് പ്രതീക്ഷിക്കാനാവില്ലെന്നും കമാൽ പാഷ പറഞ്ഞു. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബാധിക്കും എന്നുള്ളതിന് പിന്നെ ചർച്ചയൊന്നും വേണ്ട. മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ലേ ശിവശങ്കരനുള്ളത്? ആവുമല്ലോ, ഉറപ്പല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വലിയ മീനുകളിലേക്ക് അന്വേഷണം പോകുന്നത് കൊണ്ട് ഇത് അങ്ങനെയൊന്നും പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. ആ വലിയ മീനുകളൊക്കെ ഒരുപാട് രക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നതാണ്. ഈ ശിവശങ്കരനിലേക്ക് അന്വേഷണം വന്നു കഴിഞ്ഞാൽ, പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയിലേക്ക് നീളുമെന്നുള്ളത് സ്വാഭാവികമാണ്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് താക്കീതുമായി DGP ലോക്നാഥ് ബെഹ്റ. കീഴുദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന ഉത്തരവുകൾ ഇറക്കരുതെന്ന് DGP നിർദ്ദേശിച്ചു. പോലീസുകാരുടെ ക്വാറന്റൈൻ സംബന്ധിച്ച് തൊടുപുഴ DYSP ഇറക്കിയ സർക്കുലർ വിവാദമായ സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് പാലക്കാട് ദേശീയപാത കരിങ്കല്ലത്താണി ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട JCB ഇടിച്ച് അപകടം. ബൊലേറോ വാഹനത്തിലും റോഡരികിൽ നിർത്തിയിരുന്ന ബൈക്കിലുമാണ് ഇടിച്ചത്. ബൊലേറോയിലും ബൈക്കിലും ഉണ്ടായിരുന്ന യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിസ്സാര പരിക്കലോടെ JCB ഡ്രൈവറെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്